കോവിഡ്-19 മഹാമാരിക്ക് ശേഷം ചെറുപ്പക്കാരിൽ ഹൃദയാഘാത മരണങ്ങൾ വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ആശങ്കകൾ നിലനിൽക്കെ ഈ മരണങ്ങൾക്ക് കോവിഡ് വാക്സിനുകളുമായി നേരിട്ട് ബന്ധമില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ എന്നിവ നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചാണ് കേന്ദ്രത്തിന്റെ ഈ സുപ്രധാന വിശദീകരണം. അതേസമയം കർണാടകയിലെ ഹാസൻ ജില്ലയിൽ 40 ദിവസത്തിനുള്ളിൽ 21 പേർ ഹൃദയാഘാതം മൂലം മരിച്ച സംഭവത്തിൽ കോവിഡ് വാക്സിന്റെ പങ്ക് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉത്തരവിട്ടത് ഈ വിഷയത്തെ വീണ്ടും പൊതുചർച്ചയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ശാസ്ത്രീയ പഠനങ്ങളുടെ പിൻബലം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന കോവിഡ്-19 വാക്സിനുകൾ സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് അടിവരയിട്ട് പറയുന്നു. ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഹൃദയസംബന്ധമായ കാരണങ്ങളാലുള്ള പെട്ടെന്നുള്ള മരണങ്ങൾക്ക് ജീവിതശൈലി, മുൻപുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, കോവിഡാനന്തര സങ്കീർണതകൾ, ജനിതകപരമായ കാരണങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ഘടകങ്ങൾ കാരണമാകാമെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടി. കോവിഡ് വാക്സിനുകളാണ് പെട്ടെന്നുള്ള മരണങ്ങൾക്ക് കാരണമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതവും തെറ്റിദ്ധാരണ പരത്തുന്നതുമാണെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഇത്തരം ഊഹാപോഹങ്ങൾ വാക്സിൻ വിമുഖതയ്ക്ക് കാരണമാകുമെന്നും പൊതുജനാരോഗ്യ ശ്രമങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ICMR-ഉം NCDC-യും സംയുക്തമായി നടത്തിയ 2 പ്രധാന പഠനങ്ങളെക്കുറിച്ചും കേന്ദ്രം വിശദീകരിച്ചു. 18-നും 45-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളിൽ സംഭവിക്കുന്ന പെട്ടെന്നുള്ളതും വിശദീകരിക്കാനാവാത്തതുമായ മരണങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തുക എന്നായിരുന്നു ഈ പഠനങ്ങളുടെ ലക്ഷ്യം. ICMR-ന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡെമിയോളജി നടത്തിയ ഈ പഠനം 2023 മെയ് മുതൽ ഓഗസ്റ്റ് വരെ 19 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 47 തൃതീയ ആശുപത്രികളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചു. 2021 ഒക്ടോബറിനും 2023 മാർച്ചിനും ഇടയിൽ പെട്ടെന്ന് മരിച്ച ആരോഗ്യവാന്മാരായിരുന്ന വ്യക്തികളെയാണ് ഈ പഠനത്തിൽ ഉൾപ്പെടുത്തിയത്. കോവിഡ്-19 വാക്സിനേഷൻ ഇത്തരം മരണങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നില്ലെന്ന് ഈ പഠനത്തിലെ കണ്ടെത്തലുകൾ ഉറപ്പിച്ചു പറയുന്നു. AIIMS ന്യൂഡൽഹി ICMR-ന്റെ സഹകരണത്തോടെ നടത്തുന്ന ഈ പഠനം യുവാക്കളിൽ പെട്ടെന്നുള്ള മരണങ്ങളുടെ പൊതുവായ കാരണങ്ങൾ കണ്ടെത്താനാണ് ലക്ഷ്യമിടുന്നത്. പ്രാഥമിക വിവര വിശകലനത്തിൽ ഹൃദയാഘാതങ്ങളാണ് ഈ പ്രായത്തിലുള്ളവരിൽ പെട്ടെന്നുള്ള മരണത്തിനുള്ള പ്രധാന കാരണമെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. മുൻവർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മരണകാരണങ്ങളുടെ പാറ്റേണിൽ കാര്യമായ മാറ്റമൊന്നും നിരീക്ഷിച്ചിട്ടില്ലെന്നും ഈ പഠനം സൂചിപ്പിക്കുന്നു. ജനിതകപരമായ കാരണങ്ങളും പല കേസുകളിലും ഒരു ഘടകമായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ പഠനത്തിന്റെ അന്തിമ ഫലങ്ങൾ പൂർത്തിയാകുമ്പോൾ പുറത്തുവിടുമെന്ന് അധികൃതർ അറിയിച്ചു. 2 പഠനങ്ങളും കോവിഡ്-19 വാക്സിനേഷൻ പെട്ടെന്നുള്ള മരണങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നില്ലെന്ന് സ്ഥിരീകരിച്ചു. പകരം അടിസ്ഥാനപരമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ജനിതകപരമായ പ്രവണതകൾ, അപകടകരമായ ജീവിതശൈലി തിരഞ്ഞെടുപ്പുകൾ എന്നിവയാണ് ഇത്തരം മരണങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങളെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. കർണാടകയിലെ ആശങ്കകളും മുഖ്യമന്ത്രിയുടെ ഇടപെടലും കർണാടകയിലെ ഹാസൻ ജില്ലയിൽ കഴിഞ്ഞ 40 ദിവസത്തിനിടെ 21 പേർ ഹൃദയാഘാതം മൂലം മരിച്ച സംഭവം സംസ്ഥാനത്ത് വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മരിച്ചവരിൽ ഭൂരിഭാഗവും 45 വയസ്സിൽ താഴെയുള്ളവരും മറ്റു ഗുരുതര രോഗമില്ലാത്തവരുമാണെന്ന പ്രാഥമിക കണ്ടെത്തലാണ് ഈ ആശങ്കയ്ക്ക് ആക്കം കൂട്ടിയത്. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിഷയത്തിൽ ഇടപെടുകയും കോവിഡ് വാക്സിന്റെ പങ്ക് അന്വേഷിക്കാൻ ഉത്തരവിടുകയും ചെയ്തത്. വാക്സിനുകൾക്ക് തിരഞ്ഞെടുപ്പ് അനുമതി നൽകുകയും വിതരണം ചെയ്യുകയും ചെയ്തത് ഈ മരണങ്ങൾക്ക് ഒരു കാരണമായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം ലോകമെമ്പാടുമുള്ള നിരവധി പഠനങ്ങൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുമായി വാക്സിനുകൾക്ക് ബന്ധമുണ്ടെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. സിദ്ധരാമയ്യ പറഞ്ഞു. ഈ വിഷയത്തിൽ അന്വേഷണം നടത്താൻ ജയദേവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോവാസ്കുലാർ സയൻസസ് ആൻഡ് റിസർച്ച് ഡയറക്ടർ ഡോക്ടർ രവീന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. നേരത്തെ ഫെബ്രുവരിയിലും സംസ്ഥാനത്ത് യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന പെട്ടെന്നുള്ള മരണങ്ങളെയും വാക്സിൻ പാർശ്വഫലങ്ങളെയും കുറിച്ച് പഠിക്കാൻ ഇതേ സമിതിക്ക് നിർദ്ദേശം നൽകിയിരുന്നതായും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഹാസൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡയറക്ടർ ഡോക്ടർ രാജണ്ണ ബിയുടെ അഭിപ്രായത്തിൽ മരിച്ചവരിൽ 14 പേരും വൈദ്യസഹായം തേടാതെ വീട്ടിൽ വെച്ചാണ് മരിച്ചത്. 9 പേർക്ക് 30 വയസ്സിൽ താഴെയായിരുന്നു പ്രായം. മെയ് 28-നും ജൂൺ 28-നും ഇടയിലാണ് ഈ മരണങ്ങൾ സംഭവിച്ചത്. പല കേസുകളിലും പോസ്റ്റ്മോർട്ടം നടത്താൻ കഴിയാത്തതിനാൽ പ്രാദേശിക ഡോക്ടർമാരുടെയും കുടുംബാംഗങ്ങളുടെ മൊഴികളുടെയും രോഗിയുടെ രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ മരണങ്ങൾ സംസ്ഥാനത്തുടനീളം ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ബംഗളൂരുവിലെയും മൈസൂരിലെയും ജയദേവ ആശുപത്രികളിൽ ഹൃദയ സംബന്ധമായ അടിയന്തര OP സന്ദർശനങ്ങളിൽ 20% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മെഡിക്കൽ സമൂഹത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ മൈസൂരു ഘടകം യുവാക്കളിൽ വർദ്ധിച്ചുവരുന്ന ഹൃദയ സംബന്ധമായ കേസുകളെക്കുറിച്ച് ഡോക്ടർ വീണ നഞ്ചപ്പയുടെയും നേതൃത്വത്തിൽ 2 വർഷത്തെ പഠനം ആരംഭിച്ചു.
വെച്ചിട്ടുണ്ട്. എന്നാൽ മുതിർന്ന കാർഡിയോളജിസ്റ്റും എംപിയുമായ ഡോക്ടർ CN മഞ്ജുനാഥ് ഈ പ്രവണതയെ പുതുതായി കാണുന്നില്ല. ഇതൊരു പെട്ടെന്നുള്ള പ്രതിഭാസമല്ല, അദ്ദേഹം പറഞ്ഞു. 2013-18 കാലഘട്ടത്തിൽ 20-45 വയസ്സുകാരായ 5000 ഹൃദയാഘാത രോഗികളിൽ നടത്തിയ ഒരു പഠനം അദ്ദേഹം ഉദ്ധരിച്ചു. 50% പേർ പുകവലിക്കുന്നവരായിരുന്നു. ഏകദേശം 20% പേർക്ക് പ്രമേഹമോ ഉയർന്ന രക്തസമ്മർദ്ദമോ ഉണ്ടായിരുന്നു. എന്നാൽ ആശങ്കാജനകമെന്ന് പറയട്ടെ, 25% പേർക്ക് പരമ്പരാഗത അപകടസാധ്യത ഘടകങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഭക്ഷ്യസുരക്ഷയും കീടനാശിനി എക്സ്പോഷറും പരിശോധിക്കേണ്ടതുണ്ട്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. COVID-19 അണുബാധ ഹൃദയത്തെയും രക്തക്കുഴലുകളെയും പല വിധത്തിൽ ബാധിക്കുമെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇത് ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് ഒരു പ്രധാന കാരണമായി കണക്കാക്കപ്പെടുന്നു. COVID-19 ശരീരത്തിൽ അമിതമായ വീക്കമുണ്ടാക്കുന്നു. ഇത് ഹൃദയപേശികളെയും രക്തക്കുഴലുകളെയും ദോഷകരമായി ബാധിക്കും. പൊതുജനാരോഗ്യത്തിന്റെ പ്രാധാന്യം ഈ വിഷയത്തിൽ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നിഗമനത്തിൽ എത്താൻ പാടുള്ളൂ എന്ന് ആരോഗ്യ മന്ത്രാലയം ആവർത്തിച്ചോർമ്മിപ്പിക്കുന്നു. തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുന്നത് പൊതുജനാരോഗ്യത്തിന് ഹാനികരമാണ്. ഹാസനിലെ മരണങ്ങളുടെ കൃത്യമായ കാരണം കണ്ടെത്താൻ സമഗ്രമായ അന്വേഷണം അനിവാര്യമാണ്. അതേസമയം പൊതുജനങ്ങൾ നെഞ്ചുവേദനയോ ശ്വാസമുട്ടലോ പോലുള്ള ഹൃദയ സംബന്ധമായ ലക്ഷണങ്ങൾ അവഗണിക്കരുതെന്നും ഉടനടി വൈദ്യസഹായം തേടണമെന്നും സർക്കാർ അഭ്യർത്ഥിച്ചു. ഹൃദയജ്യോതി, ഗൃഹ ആരോഗ്യ തുടങ്ങിയ സംസ്ഥാന സർക്കാർ പദ്ധതികൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ നിരീക്ഷിക്കുന്നതിനും പ്രതികരിക്കുന്നതിനും സഹായിക്കുന്നതായും അധികൃതർ ചൂണ്ടിക്കാട്ടി. മഹാമാരിക്ക് ശേഷമുള്ള ലോകത്ത് ഹൃദയാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കേണ്ടതും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്. കൃത്യമായ വൈദ്യപരിശോധനകളും ആരോഗ്യപരമായ ശീലങ്ങളും ഹൃദയാഘാതം പോലുള്ള ഗുരുതരമായ അവസ്ഥകളെ തടയാൻ സഹായിക്കും.